സമസ്ത ജംഇയ്യത്തുൽ ഉലമ കുത്തുബ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ നാസർ ഫൈസി കൂടത്തായി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. പിന്നെ ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു താങ്കളുടെ ഈ ഒരു രാജിക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ശരിയുണ്ടോ? അല്ല, സമസ്ത ജംഇയ്യത്തുൽ ഖുതബാഇൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നതിന് ഒരു പക്ഷേ വിമർശനങ്ങളുണ്ടാവും. അതൊരു നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ രൂപപ്പെട്ടു വന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൂടുതൽ എന്നെ ചൊല്ലി ഒരു സംഘടനയിൽ ക്രൈസിസ് ഉണ്ടാവണ്ട എന്ന് മനസ്സിലാക്കിയും എൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിക്കാൻ മറ്റു മേഖല സുന്നി മഹല്ല് ഫെഡറേഷൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതുകൊണ്ടും സ്വാഭാവികമായിക്കൊണ്ടുമുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള രാജിയാണ്. ആ രാജി ആരോടുള്ള ഒരു വിദ്വേഷത്തിൻ്റെയോ ഉറപ്പിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. എന്നാൽ അത് എവിടെ നിന്നുകൊണ്ടും ഉണ്ടായിട്ടുള്ള ഒരു വീർപ്പുമുട്ടലിൻ്റെ പരിണിത ഫലവുമല്ല. എനിക്ക് പ്രവർത്തിക്കാനുള്ള മേഖല സംഘടന തന്നെ മറ്റു പല വഴിയിലുണ്ട്. എന്നാൽ എതിർപ്പുകൾ കൂടുതൽ ഒരു സംഘടനയിൽ ഉണ്ടാകുമ്പോൾ അത് സംഘടനയുടെ തുടർന്നുള്ള നടത്തിപ്പിനൊരു തടസ്സം എന്നെക്കൊണ്ടുണ്ടാവരുതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ രാജിവെച്ചത്. അതിൽ തന്നെ എൻ്റെ നിലപാടുകളോട് യോജിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പലപ്പോഴും അത് വേണ്ട ഒഴിയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ചില എതിർപ്പുകൾ നിരന്തരമായി കൊണ്ട് അതേ അണികൾ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഒരു സംഘടനയ്ക്ക് അത് വികാരം സൃഷ്ടിക്കും. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞതാണ്. പക്ഷേ എനിക്കുള്ള ആരോപണങ്ങൾ മുഴുവനും തെളിയിക്കാൻ കഴിയുന്നതല്ല. എനിക്കെതിരെ ഞാൻ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാനത് വ്യക്തമായി തന്നെ പറഞ്ഞതുമാണ്. ഈ സമസ്തയ്ക്കകത്ത് രണ്ട് വിഭാഗങ്ങൾ, ലീഗ് വിഭാഗവും ലീഗിനെ പിന്തുണയ്ക്കുന്ന വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ലീഗിനെ പിന്തുണയ്ക്കുന്ന, ലീഗ് വേണം, ഈ സംഘടന ശക്തിപ്പെടണമെങ്കിൽ ലീഗ് വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് താങ്കൾ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതുപോലെ തന്നെ പാണക്കാട് ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരും പറഞ്ഞുകൊണ്ട് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാം, തമ്മിലുള്ള വിഭാഗീയത പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ താങ്കളുടെ പേരിൽ ഇത്തരത്തിൽ താങ്കൾക്കെതിരെ പ്രമേയം പാസ്സാക്കുന്നു, താങ്കൾക്കെതിരെയുള്ള നടപടിയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു, അതിന് പിന്നാലെ രാജിവെക്കുന്നു. അപ്പോൾ വീണ്ടും സമസ്ത വലിയൊരു പിളർപ്പിലേക്കാണോ പോകുന്നത്? അല്ല, പിളർപ്പുണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കാണോ പോകുന്നത്? അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നിരന്തരമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത നേതൃത്വവും സമസ്ത ചുമതലപ്പെടുത്തിയ ഈ സമുദായത്തിൻ്റെ നേതൃത്വവും ആ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്നാണ്. പക്ഷേ അതുണ്ടാവുന്ന സമയത്തും ഇതുപോലുള്ള ഒരു അസ്വസ്ഥതകൾ യോഗങ്ങളിൽ പ്രകടിപ്പിക്കുക എന്നത് നല്ലൊരു രീതിയല്ല. കാരണം ഞാൻ കഴിഞ്ഞ 2017 ഈ സ്ഥാനത്ത് വരുന്നത്. ഈ കഴിഞ്ഞ വർഷം വരെ എല്ലാവരുമായി നല്ല ബന്ധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ആ പ്രശ്നം പരിഹരിക്കും എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പരമാവധി ഇതൊക്കെ അവസാനിപ്പിക്കട്ടെ എന്ന് കരുതേണ്ടതിന് പകരം വിഷയമാകട്ടെ എന്ന് ഉയർത്തിപ്പറയുന്ന ചില വ്യക്തികളാണ് ഈ പ്രശ്നം ഇത്രമേൽ കൊണ്ടുപോകുന്നത് എന്നത്. ഫൈസി മുക്കത്തെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെയും മുസാഫറ അംഗങ്ങളെയും ഉൾപ്പെടെ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ആക്ഷേപിക്കല്ല, ആ രീതിയിൽ അവർക്കെതിരെ പോലും വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാക്കുന്നു. ഇതെല്ലാം തന്നെ സമസ്തയ്ക്കകത്ത് അദ്ദേഹത്തെ ഒരു വിഭാഗം ആളുകൾ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി കരുതുന്നുണ്ടോ നിങ്ങൾ? അല്ല, ഞാൻ ഒരു നേതാവിന് വ്യക്തിപരമായുള്ളൊരു പരാമർശത്തിൽ ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല. പക്ഷേ സമസ്തയുടെ ചില ആളുകൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പല വേദിയിലും ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് സമസ്തയിൽ ഞങ്ങൾ പലപ്പോഴും പരാതി കൊടുത്തതും പൊതുവേദിയിൽ അതിന് മറുപടി പറഞ്ഞതുമാണ്. അപ്പോൾ അത്തരം പ്രവണതകൾ ആശ്വാസമല്ല. പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞത് സമസ്തയുമായി ഇഴകിച്ചേർന്ന ഒരു കുടുംബമാണ്. മുസ്ലിം ലീഗിന് എത്രമേൽ പാണക്കാട് കുടുംബം പ്രസിദ്ധമാണോ അതിലുപരി സമസ്തക്ക് പ്രസിദ്ധമാണ് പാണക്കാട് കുടുംബം. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ പാണക്കാട് തങ്ങളോടും പറയാം. പക്ഷേ പൊതുവേദിയിൽ വെച്ചുകൊണ്ട് അവരെ തരം താഴ്ത്തുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് സുഖകരമായ ഒരു കാര്യമല്ല എന്നതുകൊണ്ട് അത് ഒഴിവാക്കണം, അത് അവസാനിക്കണം എന്ന് പലപ്പോഴും നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്.
ഈ ലീഗ് വിരുദ്ധ വിഭാഗവും ലീഗ് വിഭാഗവും ഇങ്ങനെ ഈ ലീഗ് ഇല്ലാതെ മുന്നോട്ട് പോവുക ഇപ്പോൾ ഒരു പണ്ഡിത സഭ മാത്രമായി മാറുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കാന്തപുരമാണെങ്കിലും കാന്തപുരം വിഭാഗമാണെങ്കിലും സമസ്തയാണെങ്കിലും ചില രാഷ്ട്രീയമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പൊളിറ്റിക്കലായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ഈ സംഘടനയ്ക്ക് വലിയ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതും പൊതുസമൂഹത്തിലെല്ലാം. വെറും ഒരു ആത്മീയ സംഘം മാത്രമായി മാറിക്കഴിഞ്ഞാൽ അത് ലഭിക്കില്ല. പക്ഷേ ഇപ്പോഴും സമസ്തയ്ക്കകത്തുള്ള ഒരു വിഭാഗം പറയുന്നത് കേവലം ഒരു ആത്മീയ സംഘം മാത്രമായി മാറുകയാണ് നല്ലത്, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു തരത്തിലുള്ള നീക്കുപോക്കും ആവശ്യമില്ലെന്നാണ് പറയുന്നത്. താങ്കളുടെ അഭിപ്രായം കാര്യത്തിൽ എന്താണ്? സമസ്തയുടെ അഭിപ്രായം പാരമ്പര്യമായ നിലപാട്, അതാണ് എൻ്റെയും അഭിപ്രായം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായി കൊണ്ട് ഒരു ബന്ധവും ഇല്ലാതെ പോകുമ്പോഴും ധാർമ്മികപരമായ ചില കടപ്പാടുകളും കടമകളും മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുണ്ട് എന്നത് ഏവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. മലയാളിക്കത് മറച്ചു വെക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം അത് രാഷ്ട്രീയപരമായ ഒരു നീക്കുപോക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ സാമുദായികപരമായ മതേതര പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് ആവശ്യമാണ് എന്ന് പറയുന്നത് സമസ്തയിലെ മഹാഭൂരിപക്ഷം വരുന്ന അണികളുടെയും ഒരു രാഷ്ട്രീയ വേദിയാണ്. സമസ്തകളെ ഇമ്മത്തുലമക്ക് അങ്ങനെയാവുന്ന പോലെ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപരമായ ഒരു ആത്മീയ വേദി മുസ്ലിം ലീഗാണ്. രണ്ടും രണ്ടായി പിളർക്കപ്പെട്ടുകൊണ്ട് രണ്ട് ധാരയായി പോകുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അതിനൊരു നിർവചനം കൊടുത്ത് ജീവിക്കുക എന്നത് അസാധ്യമാണ്. ഇടകിച്ചേർന്ന രണ്ട് പ്രസ്ഥാനങ്ങളെ എങ്ങനെ വേർതിരിക്കും? അത് വേർതിരിക്കുക എന്നത് സാമുദായിക പിളർപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എല്ലാ പാർട്ടിയും ഒരുപോലെയാണ്, എല്ലാ പാർട്ടിയുടെ സമദൂരമാണ് എന്ന് പറയുന്ന മലയാള പദാവലി വെച്ചുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ സമസ്ത മുസ്ലിം ലീഗുകാരൻ്റെ ജീവിതത്തെ വിഭജിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ അത്ര വിധത്തിൽ ഇഴകിച്ചേർന്നിട്ടുണ്ട്. അത് കൂടുതൽ അണികൾ ഇപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ലീഗുമായി ബന്ധപ്പെടാത്ത സമസ്തക്കാരനുണ്ട്, ഒരിക്കലും സമസ്തയുമായി ബന്ധപ്പെടാത്ത ലീഗുകാരുമുണ്ട്. അങ്ങനെ അവർക്ക് ജീവിച്ചു പോവാം. പക്ഷെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നല്ല, ഒരു പൊതുവിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു വിഷയത്തിലും മുസ്ലിം ലീഗും സമസ്തയും സഹകരിച്ചു പോകുന്ന അണികളാണ് ധാരാളം എന്നതുകൊണ്ട് രണ്ടായി പോകണം, രണ്ടും രണ്ടായി തന്നെ പോകണം എന്ന് പറയുന്ന ഒരു രീതി ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ നിർവചിച്ച് പറയാനോ ജീവിതത്തിൽ കാണിക്കാനോ കഴിയാത്ത വിധം ഇഴകിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ CPM കൃത്യമായൊരു ലക്ഷ്യമുണ്ട്, സമസ്തയിൽ ഒരു വിഭാഗത്തിനെ കൂട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമസ്തയ്ക്കകത്ത് CPM ഒരു നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിനെങ്കിലും CPM പോയാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിനെതിരെയുള്ള ഒരു ഫൈറ്റ് കൂടിയല്ലേ താങ്കളുടെ യഥാർത്ഥത്തിൽ? അല്ലേ, CPM സംബന്ധിച്ചിടത്തോളം CPM മുസ്ലിം കമ്മ്യൂണിറ്റിയും മതവിഭാഗങ്ങളുമൊക്കെ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം കാന്തപുരം വിഭാഗത്തെ സംബന്ധിച്ച് അവർക്കുള്ളൊരു തിരിച്ചറിവ് എന്ന് തന്നെ പറയാം. കമ്മ്യൂണിസം ലിബറൽ ചിന്തയാണ് എന്ന തിരിച്ചറിവിൽ SSFും SYSും അവരുടെ SSFും SYSും തീരുമാനമെടുത്തിട്ടുള്ള കാര്യമാണ്, പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലിബറൽ ചിന്ത ഉയർന്നു വരുന്ന ഒരു സംഘടനയിലേക്ക് ചേർന്ന് നിൽക്കാൻ രാഷ്ട്രീയപരമായും താത്വികപരമായി കൊണ്ടും ഒരു മുസ്ലിമിന് സാധ്യമല്ല എന്നത് സമസ്തയുടെ പ്രഖ്യാപിത നിലപാടാണ്. രാഷ്ട്രീയപരമായി കൊണ്ട് ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്ന രീതിക്കപ്പുറത്ത് ഒരു കമ്മ്യൂണിസത്തെ താത്വികമായി അംഗീകരിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് ആ നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ വളർച്ച കുതകുന്ന വിധത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും അസാധ്യമാവും വിധത്തിൽ സമസ്തക്കാർ അത് പ്രതിരോധിച്ചു വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് CPM ഒരുപക്ഷെ രാഷ്ട്രീയമായി ഒരു വിഭാഗത്തിന് എന്നാൽ ഒരു അടുപ്പം പലപ്പോഴായിട്ട് നമുക്ക് അവരുടെ പല നിലപാടുകളിലും ഒരു ഇടതുപക്ഷത്തോട് കുറച്ചുകൂടെ ഒട്ടി നിൽക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് പ്രകടമായിരുന്നു പലപ്പോഴും. ചർച്ചകൾ ആ നിലയിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്, മറച്ചു വെക്കാൻ കഴിയില്ല. ആ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് ഒരു അഭിപ്രായ വ്യത്യാസം സമസ്തയിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. താങ്കൾ അതിനെ ശക്തമായി എതിർക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കമ്മ്യൂണിസത്തെ താത്വികമായി എതിർക്കുക എന്നത് സമസ്തയുടെ നിലപാടാണ്. ആ നിലപാടിൽ തന്നെയാണ് സമസ്ത പ്രവർത്തകൻ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മാത്രം അത് അങ്ങനെ പോകുന്നതിന് പിന്നിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പോകുന്നവർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യില്ല എന്ന് തന്നെ അവർക്ക് തന്നെ അറിയാം. അവരും പലപ്പോഴും, ഞാനൊക്കെ ഈ ചർച്ചയിൽ അവരുമായുള്ളൊരു സ്വകാര്യ ചർച്ചയിൽ പലപ്പോഴും പറയാറുണ്ട്, ഒരു നിലക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അവർ സമീപനം എടുക്കാറുണ്ട്. പിന്നെ ചില മേഖലയിൽ അവർ കാണിക്കുന്ന ഒരു നിലപാട് കാപട്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും രസകരമായിട്ടാണ് തോന്നിയത്. ആ നിലക്ക് അവരുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവിഷയങ്ങളിൽ ഇപ്പോൾ പൗരത്വവുമായി ബന്ധപ്പെട്ടൊരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ മതേതര സംഘടനകളും ചേരിയായിരുന്നു. ഞാനടക്കമുള്ളവർ പിണറായി എന്ന് പുകയറ്റി പറഞ്ഞത്, E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലുള്ളവരൊക്കെ തന്നെ പിണറായി ഒരു ക്യാപ്റ്റനാണെന്ന് പറഞ്ഞതാണ്.
അന്ന് ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ തലവനായിരുന്നു പിണറായി, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇനി കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ CPM ഉൾപ്പെടെയുള്ളവർ പറയുമായിരുന്നു മതേതരത്വത്തിൻ്റെ ക്യാപ്റ്റൻ ഉമ്മൻചാണ്ടിയാണ്. അതൊരു പൊതുവിഷയത്തിൽ ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയോടൊപ്പം നിൽക്കുമ്പോൾ മതേതര കക്ഷിയിൽ കാണിക്കുക എന്നല്ലാതെ ശാശ്വതമായ ഒരു സമതാപന രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പോലെ CPM എന്ന് പറയാൻ നാളിതുവരെ ഒരു സമസ്തക്കാരന് കഴിയില്ല. എന്തുകൊണ്ട് പിന്നെ ഒരു വിഭാഗമെങ്കിലും അങ്ങനെ പറയുന്നു? അതാണ് എന്നെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഞാനിപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെ ഇത് സംഭവിക്കുന്നു. കാരണം സമസ്തയുടെ ഏതൊരു വേദികളിലും എപ്പോഴും വരുന്ന ചർച്ച ഒരു വിഷയം, ഇപ്പോൾ സുന്നത്ത് ബിദ്അത്ത്, തൗഹീദ് ഷിർക്ക് എന്ന് പറയുന്ന പോലെ ഇസ്ലാമും കമ്മ്യൂണിസവും എന്നൊരു താത്വിക വിഷയം പരമ്പരാഗതമായി സമസ്തയുടെ ഏത് വേദിയിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് വ്യക്തമാക്കി കൊടുക്കേണ്ടത് തന്നെയാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന നിരീശ്വര പ്രസ്ഥാനമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നീക്കുപോക്കുകൾ പല മേഖലകളിലും മഹലുകളുമുണ്ടെങ്കിൽ അത് താൽക്കാലികമായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമല്ലാതെ അടിസ്ഥാനപരമായി പാർട്ടിയും തത്വവും സമപരമായി എതിർക്കപ്പെടേണ്ടതാണ് എന്ന് നേരത്തെ മുസ്ലിം സംഘടന എന്ന നിലയിൽ സമസ്തയും മറ്റു മുസ്ലിം സംഘടനകളും അവരുടെ വേദികളൊക്കെ പ്രമേയവും ചർച്ചയും സെമിനാറുകളും വരുന്നിട്ടുണ്ട്. അത് തന്നെ തുടരും. ഈ മുസ്ലിം ലീഗില്ലാതെ സമസ്തയ്ക്കും സമസ്തയില്ലാതെ മുസ്ലിം ലീഗിനും നിലനിൽപ്പില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണോ? അങ്ങനെ തന്നെയാണോ താങ്കളുടെ ഒരു ഇപ്പോഴും ആ നിലപാട് തന്നെയാണുള്ളത്? അല്ല, നിലനിൽപ്പ് എന്ന് പറയുന്നത് സമസ്തക്ക് സമസ്തയുടേതായ അസ്തിത്വമുണ്ട്, മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റേതായ അസ്തിത്വമുണ്ട്. പക്ഷെ പരസ്പരം ഈ രണ്ട് സംഘടനകളും സഹകരിച്ചപ്പോഴാണ് കേരളത്തിലെ മതേതര ചേരിക്കും മുസ്ലിം സമുദായത്തിനും ഗുണമുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നത് രണ്ട് സംഘങ്ങളുടെ ഒത്തുചേരൽ. സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്, ഒന്ന് മദ്രസകൾ, അത് നിയന്ത്രിക്കുന്നത് സമസ്തയാണ്, മറ്റൊന്ന് മുസ്ലിം രാഷ്ട്രീയ അവബോധം. ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നു കേരളത്തിൽ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട മറുഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യക്ഷമായ ഭാഷ എന്ന് പറയുന്നത് സമസ്തയും മുസ്ലിം ലീഗും എന്നു തന്നെയാണ്. അത് പരസ്പരം യോജിച്ചു പോകുന്നത്. ഈ ലീഗിനോട് ഉള്ള താങ്കളുടെ താല്പര്യം, അതിനുള്ളൊരു എതിർപ്പ് ഒരു വിഭാഗം അതിൽ നിന്ന് എതിർക്കുന്നു, ഒപ്പം തന്നെ അവർക്ക് CPMലേക്ക് പോകാം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണോ താങ്കളുടെ ഈ രാജിയിലെത്തിയത്? അല്ല, അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ സമസ്തയുടെ ഈ ജമിയത്തുൽ ഖുത്തബായിൻ്റെ സെക്രട്ടറി ആവുന്നത് 2017 അതിൻ്റെ മുമ്പ് SYSൻ്റെ സെക്രട്ടറി ആയപ്പോഴും അതിൻ്റെ മുന്നേ എന്തൊക്കെ SKSFൻ്റെ ജനറൽ സെക്രട്ടറി 2 തവണ ഞാനായതാണ്. ആ കാലത്തും എൻ്റെ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇത് തന്നെയാണ്, മുസ്ലിം ലീഗിനോടുള്ള നിലപാടും അത് തന്നെയാണ്. പുറത്ത് ഇപ്പോൾ പെട്ടെന്ന് രാജിയിലേക്ക് കലാശിച്ചതും ഈ ഒരു നിലപാട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണോ സംഘടനയ്ക്കകത്ത്? ഞാൻ പഴയ നിലപാട് നിലനിർത്തുകയും അതിന് ചില വ്യതിചലനങ്ങൾ, ചില സ്ഖലിതങ്ങൾ കണ്ടപ്പോൾ അതിനെ ചെറുക്കുകയും ചെയ്തു. എൻ്റെയും സമസ്തയിൽ പഠിച്ച നമ്മുടെ ആദർശം നിലനിർത്താൻ വേണ്ടി അതിൽ ചില സ്ഖലിതങ്ങൾ കണ്ടപ്പോൾ അതിനെ ചെറുത്തു എന്നത് ശരിയാണ്. അതിൻ്റെ പേരിലാണോ ഈ ആരോപണം എന്നതിനെ സംബന്ധിച്ച് സമൂഹം വിലയിരുത്തും. ഇനി എന്താണ് ഏതായാലും പിന്നെ ഈ ജമിയത്തുൽ ഉലമ കുത്തുബ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് രാജിവെച്ചത് എങ്കിൽ പോലും സമസ്തയുടെ ഭാഗമാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവണതയ്ക്കെതിരെയുള്ളൊരു പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുമോ നാസർ ഫൈസി കൂടത്തായി? തീർച്ചയായും. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിശക്തമായ വേദിയാണ് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ. ഇപ്പോൾ ഖത്തീബുമാർ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ ഒരാളുണ്ടാവുക. ആ ഖത്തീബ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ട അധികാരം സുന്നി മഹല്ല് ഫെഡറേഷനാണ്, മഹല്ല് കമ്മിറ്റികൾക്കാണ്. ആ മഹല്ല് കമ്മിറ്റികളാണ് ഇതിൻ്റെ ഒക്കെ മേലെ നിൽക്കുന്ന ശക്തമായ അടിത്തറ. അതിൻ്റെ ഒരു ഓർഗനൈസിങ് സെക്രട്ടറി എന്ന ഒരു വലിയ പദവിയുടെ ചെറിയൊരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനുണ്ടാകുമ്പോൾ ശക്തമായി ആ സംഘടനയിൽ ഉണ്ടാവണമെന്നില്ല, ആ നേതൃത്വത്തിൽ ഉണ്ടാവണമെന്നില്ല. എൻ്റെ ആകുന്ന ഭാഷയിലും എൻ്റേതാകുന്ന തൂലികയിലും ഞാൻ നിരന്തരമായി നിലപാടിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഓക്കെ. എന്തായാലും സമസ്തയ്ക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ, അതായത് CPMുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ലീഗിനെ മാറ്റി നിർത്തുക എന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗമാകട്ടെ CPMനോട് സന്ധി ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CPMുമായുള്ള സന്ധി ഒരിക്കലും സമ്മതിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ലീഗിന് ഇപ്പോഴും നിർണായകമായി സമസ്തയെ സ്വാധീനിക്കാൻ കഴിയും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ നമ്മുടെ നാസർ ഫൈസി കൂടത്തായി പങ്കുവച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ എന്തായാലും ഇതുവരെ സമസ്ത തുടർന്നു പോകുന്ന നിലപാടിനൊപ്പം അതിനു വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.